ഹായ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മൈക്രോ ഗ്രീനിനെ കുറിച്ചാണ് കേട്ടോ. ആ മൈക്രോ ഗ്രീൻ നമുക്ക് രണ്ട് രൂപത്തിലും ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് മണ്ണിലാണ്. പിന്നെ നമുക്ക് നമ്മുടെ ടിഷ്യൂ പേപ്പർ വെച്ച് ചെയ്യാം, കണ്ടെയ്നർ അതൊക്കെ വെച്ച് ഞാൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊന്നും നമുക്ക് നോക്കാം. ഞാൻ ചെയ്യുന്നത് മണ്ണിൽ ചെയ്തിട്ടുള്ളതാണ്. ആദ്യം പരിചയപ്പെടുത്താണ് കേട്ടോ. ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 ദിവസമാണ് എന്റെ കണക്ക്. അപ്പൊ 5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 6ാമത്തെ ദിവസം അല്ലെങ്കിൽ 5ാമത്തെ ദിവസം ഇത് അരിഞ്ഞെടുത്ത് ഞാനിത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അതാണ് ഇതിൽ ഏറ്റവും നല്ല ഉത്തമമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതാണ് ഞാൻ ഇത്രയും പയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് വെള്ളത്തിൽ തലേ ദിവസം ഇടുക. തലേ ദിവസം ഇട്ടതിന് ശേഷം നേരം വെളുക്കുമ്പോൾ ഊറ്റി വെച്ചതിന് ശേഷമുള്ള മുളപ്പാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് മണ്ണില് നല്ല ലൂസായിട്ടുള്ള മണ്ണില് ഇതേമാതിരി വിതച്ചു കൊടുക്കാം കേട്ടോ. അതായത് വിത്തിട്ട് കൊടുക്കാം. കട്ടിയിലിട്ട് കഴിഞ്ഞാൽ അത്ര നല്ലത്. കുറച്ചും കൂടി ഒന്നും കൂടി കട്ടി ഉണ്ടാവും. കട്ടിയിലിട്ട് അത്ര നല്ല ഇതായിട്ട് കിട്ടും. അപ്പം മണ്ണിളക്കമായിട്ടുള്ളതായിട്ട് വേണം മണ്ണിടാനായിട്ട്. കല്ലൊന്നും ഇല്ലാതെ കണ്ട് എടുക്കാം കേട്ടോ. അപ്പം അതിന് ശേഷം ചെറിയതായിട്ടൊരു പൊടിമണ്ണ് ഒന്ന് ചെറുതായി തുള്ളി കൊടുക്കുക. ഇതേമാതിരി ചെറുതായി ഒന്ന് തുള്ളി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പം അതിൽ കല്ല് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് കളയുക. കല്ല് ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പൊടിമണ്ണായിട്ട് തന്നെ ഇരിക്കുന്നത് നല്ലത് കേട്ടോ. ഇത് നമ്മുടെ ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള ഇതാണ്. ഇത് ഇത്രയും അങ്ങനെ പൊടിച്ചു. ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും പൊടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പിറ്റേ ദിവസം, അതായത് 5 ദിവസമാണല്ലോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 2ാമത്തെ ദിവസത്തേതാണ്. അപ്പോൾ ഇത്രയും നല്ല ഇതായിട്ട് തന്നെ പൊടിപ്പെല്ലാം വന്നിട്ടുണ്ട്. എല്ലാ വിത്തുകളും പൊടിച്ചിട്ടുണ്ട്. ഇത് 3ാമത്തെ ദിവസത്തിന് ഇലകൾ വിരിഞ്ഞു ഇതായിട്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 4 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇല ശരിക്ക് ഇതായിട്ട് വരുള്ളൂ. ഇതിപ്പോൾ 4ാമത്തെ ദിവസത്തിന് കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത്രയൊക്കെ ആയിപ്പോ വേണ്ട നല്ല ഇതായിട്ട് കട്ടയും നല്ല ഇതായിട്ടുണ്ടാക്കും. അപ്പൊ ഈ ഇതിലാണ് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇലയമ മണ്ണ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ച് വെള്ളം ഒഴിക്കുക. അല്ലെങ്കിൽ നമുക്ക് മണ്ണ് കടിക്കും. അതിന്റെ പേരിലാണ് പറയുന്നത് താഴത്ത് ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്ത് കാണിട്ട് മണ്ണ് ഇലയമ പറ്റാത്ത വിധത്തിൽ ഒഴിക്കാട്ടോ. ഇത് നമ്മുടെ 5ാമത്തെ ദിവസത്തെ ഇതാണ് കാണുന്നത്. നല്ല രീതിയിൽ തന്നെ ഇലകൾ വന്നു കരുത്തായിട്ട് വന്നിട്ടുണ്ട്. ഇതേമാതിരി എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഇതാണ് നമ്മുടെ മൈക്രോ ഗ്രീൻ. ഇനി നമുക്കിത് അരിഞ്ഞും കാഞ്ഞ് നമുക്ക് കറി എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നു അതേമാതിരി ചെയ്യാം. നമ്മുടെ സാൻഡ്വിച്ചിൽ കൂട്ടിയിട്ടോ സലാഡിൽ കൂട്ടിയിട്ടോ പരിപ്പ് തോരൻ വെച്ച് കൂടെ ഇതാക്കിയിട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് മൈക്രോ ഗ്രീൻ. അപ്പം എല്ലാം കൊണ്ടും എല്ലാവർക്കും നല്ല രീതിയിൽ ഉണ്ടാവട്ടെ. നമ്മുടെ മൈക്രോ ഗ്രീനിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, കൂടുതലായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ശരീരത്തിനൊക്കെ ഏറ്റവും നല്ല ഗുണം ഉള്ള സാധനമാണ്. നമുക്ക് എങ്ങനെയും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം. കിച്ചണിൽ എത്രയും പെട്ടെന്നും ചെയ്യാൻ പറ്റുന്നൊരു വിഭവമാണ് മൈക്രോ ഗ്രീൻ. അപ്പം എല്ലാവരും ഒന്ന് ഇതേമാതിരി ഒന്ന് ട്രൈ ചെയ്യുക. ഒരു കേടുപാടുകളും ഇല്ല, മണ്ണൊന്നുമില്ല. ഇതേമാതിരി ചെയ്താൽ മതി. അപ്പം മണ്ണ് ഇതൊന്നും വരില്ല. കണ്ട ഇതേമാതിരി. പിന്നെ കണ്ടെയ്നറിൽ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ടിഷ്യൂ പേപ്പർ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള പാത്രങ്ങൾ, അതായത് പ്ലാസ്റ്റിക്കിന്റെ ഇപ്പം എല്ലാവർക്കും അതിനനുസരിച്ച് സൈസ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഉള്ള പാത്രങ്ങളിൽ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ടിഷ്യൂ പേപ്പർ ഒരു 2-3 എണ്ണം വെച്ചതിന് ശേഷം ചെറുതായിട്ടും നനച്ച് കൊടുത്തതിന് ശേഷം, നനയ്ക്കാന്ന് വെച്ചാൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. വെള്ളത്തിൽ മുക്കി എടുക്കരുത്, ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ ചെയ്തിട്ടുള്ള വിത്ത് അതേമാതിരി തന്നെ പാവി കൊടുക്കുക.
ഈ പാവി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു 3 പ്രാവശ്യം കാലത്ത് ഉച്ചയ്ക്ക് വൈകുന്നേരം എന്നുള്ള കണ്ടീഷനിൽ ചെറുതായിട്ടൊരു സ്പ്രേയും കൂടി ചെയ്തോണം ചൂട് അനുസരിച്ചിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ അതിന് വെള്ളം കിട്ടാണ്ടാകുമ്പോൾ അതിൻ്റെ ഇത് വളർച്ച പോകും. അപ്പം അതിൻ്റെ ഒരു 3 നേരം ചെറുതായിട്ട് ഒരു വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, കണ്ടമാനം ആവരുത്. ടിഷ്യൂ പേപ്പർ കണ്ടമാനം കുതിർന്ന് പോകാണ്ടിരിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചൻ്റെ ഉള്ളിലായാലും നമുക്ക് ചെയ്യാമല്ലോ. കിച്ചൻ്റെ ഉള്ളിൽ വെച്ച് ചെയ്യാം, പുറത്ത് വെച്ച് ചെയ്യാം. അപ്പം അങ്ങനെ വെച്ചിട്ട് തന്നെയല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മണ്ണിൽ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകം ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുറമേ വെക്കുമ്പോൾ നമ്മൾ മഴ എന്തെങ്കിലും പെയ്യുമ്പോൾ അത് വെള്ളം കുത്തി വീണ് അതിൽ നിന്ന് ഇതായി കാണിട്ട് ഇലയമ്പഴേക്കും മണ്ണ് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം അതിൻ്റെ മേലെ വല്ല പായോ അല്ലെങ്കിൽ വല്ല ഷീറ്റോ എന്തെങ്കിലും വെച്ചതിന് ശേഷം അങ്ങനെ സുരക്ഷിതം ചെയ്തതിന് ശേഷം വേണം മണ്ണിൽ വെളിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യാനായിട്ട് കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പേരിലാണ് പറയുന്നത്. അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ഉമ്മർന്ന് മുറ്റത്തം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിൻ്റെ പേരില്ല. അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പം ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മൈക്രോ ഗ്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആരോടും പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പോഷകാഹാരത്തിനെ കുറിച്ചും കാണിട്ട് എത്ര നമ്മുടെ ശരീരത്തിന് ഹെൽത്തി എന്നുള്ള കാര്യം അങ്ങനെ കൂടുതൽ എല്ലാവർക്കും അറിയുന്ന കേസാണ്. അപ്പം അതിൻ്റെ പേരിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ധാന്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ധാന്യങ്ങളും ഒരു മിക്ക ധാന്യങ്ങളും പയറായാലും മുതിരയായാലും കടലയായാലും എന്തായാലും നമുക്ക് ഇതിനെ ഇതേമാതിരി ചെയ്ത് കാണിട്ട് ഈ ടിഷ്യൂ പേപ്പർ വെച്ച് വേണമെങ്കിൽ ചെയ്യാലും ഇങ്ങനെ ചെയ്താലും എല്ലാം കൊണ്ടും നമുക്ക് നല്ലതാണ്. ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റണമെന്നാണ്. നമുക്ക് സ്വയം അടുക്കളയിൽ നിന്ന് പാചകം ചെയ്തുകൊണ്ടിരിക്കില്ല, നമുക്ക് അതിനെ കാര്യങ്ങൾ ചെയ്യാവുന്ന കേസുകളാണ്. അപ്പം അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ലതായിരിക്കും. ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും ചെയ്യുക. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഞാൻ ചെയ്ത രീതികൾ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.